بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد قال الإمام النجدي رحمه الله باب ما جاء في النشرة باب ما جاء في النشرة النشرة هي العلاج നഷ്റ എന്ന് പറഞ്ഞാൽ ഇലാജ് എന്നാണ് അർത്ഥം, ചികിത്സ. എന്തുകൊണ്ടാണ് അതിനെ തൗഹീദിന്റെ ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്? കാരണം അത് സിഹറിന്റെ ബാബുമായി കൊണ്ട് തുടർന്ന് വരുന്ന ബാബാണ്, ചികിത്സയുടെ ബാബ്. എന്തിനുള്ള ചികിത്സയാണ്? ഇലാജുൻ ലിൽ മംസൂസ് വലിൽ മസ്ഹൂർ. ഷൈത്വാനിൽ നിന്ന് സിഹർ ബാധിച്ച അല്ലെങ്കിൽ മസ് ബാധിച്ച ഒരു വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ചികിത്സ, അതാണ് നുഷ്റ. യൻഷുർ ബിഹിൽ മറീദ് അൻഹു വയക്ഷിഫു. ഇപ്പൊ നുഷ്റ എന്ന് പറഞ്ഞാൽ സിഹർ ബാധിച്ചവനും അല്ലെങ്കിൽ മസ് ബാധിച്ചവനുമുള്ള ചികിത്സയാണ്. അന്നുഷ്റ കശ്ഫു സിഹർ വൽ മസ് വ്യാഷ്യ. എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? എന്തുകൊണ്ടാണ് ചികിത്സിക്കുന്നത്? അപ്പൊ ആ നുഷ്റ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ചികിത്സിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നുഷ്റ എന്നുള്ളത് രണ്ട് തരത്തിലാണ്. അതിലൊന്ന് ജായിസായിട്ടുള്ള നുഷ്റയാണ്, ചികിത്സയാണ്. രണ്ടാമത്തത് ഹറാമായ ചികിത്സയാണ്. രണ്ടാമത്തത് ഹറാമാണ്, ബൽ കുഫറാണ്. അതിലൊന്നാമത്തത് നുഷ്റത്തുൻ ജായിസ, ജായിസായിട്ടുള്ള ചികിത്സ. നുഷ്റത്തുൻ ജായിസ വഹിയ ഹല്ലു സിഹർ ബിർറുഖ അശ്ശറഇയ്യ. ഒന്നാമത്തെ ഇനം ജായിസാണ്, അതായത് സിഹറിനെ ശറഈയായിട്ടുള്ള റുഖ്യ മന്ത്രങ്ങളെ കൊണ്ട് സിഹറിനെ വേർപ്പെടുത്തുക. അതാണ് ജായിസായിട്ടുള്ള നുഷ്റ, ജായിസായ ചികിത്സ, അനുവദനീയമായ ചികിത്സ. രണ്ടാമത്തെ ഇനമാണ് നുഷ്റ കിസ്മുൻ ഹറാമുൻ ബൽ കുഫ്റുൻ. ഹറാമായ, ഹറാമെന്ന് മാത്രമല്ല കുഫ്റായിട്ടുള്ള ചികിത്സ. അതെങ്ങനെയാണ്? ഹല്ലു സിഹർ ബിസ് സിഹർ. സിഹറിനെ സിഹർ കൊണ്ടെടുക്കുക. ഹല്ലു സിഹർ ബിസ് സിഹർ, അത് കുഫ്റാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നുഷ്റ. ജിന്ന് ബാധിച്ച, സിഹർ ബാധിച്ച അല്ലെങ്കിൽ ജിന്നിന്റെ മസ്, ഷൈത്താന്റെ മസ് ബാധിച്ച ഒരു വ്യക്തിക്ക് മേലുള്ള ചികിത്സ ഇങ്ങനെ രണ്ട് തരത്തിലാണ്. ഒന്നാമത്തത് ജായിസാണ്, ശറഈയായിട്ടുള്ള റുഖ്യകൾ, ഖിറാഅത്തുൽ ഖുർആൻ, അതുപോലെ തന്നെ അദ്കാർ, അതേപോലെ തന്നെ ദുആ, അതേപോലെ തന്നെ അനുവദനീയമായിട്ടുള്ള മരുന്നുകൾ, അതുകൊണ്ടുള്ള ചികിത്സ ജായിസാണ്. രണ്ടാമത്തത് സിഹറിനെ സിഹർ കൊണ്ടെടുക്കുക, സിഹറിനെ സിഹർ കൊണ്ട് ചികിത്സിക്കുക, അത് കുഫ്റാണ്. قال رحمه الله عن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن النشرة. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുഷ്റയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. فقال صلى الله عليه وسلم هي من عمل الشيطان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഷൈത്താനിന്റെ അമലിൽപ്പെട്ടതാണ്, ഷൈത്താനിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നുഷ്റ. ഏത് തരത്തിലുള്ള നുഷ്റയാണ് ഇവിടെ ഉദ്ദേശം? കുഫ്റായിട്ടുള്ള നുഷ്റ, കുഫ്റായിട്ടുള്ള നുഷ്റ, സിഹറിനെ സിഹർ കൊണ്ടെടുക്കുന്ന നുഷ്റ. റവാഹു അഹ്മദ് ബിസനദിൻ ജയ്യിദ് വഅബൂ ദാവൂദ് വഖാല സുഇല അഹ്മദ് അൻഹാ അയ നുഷ്റ. നുഷ്റയെ സംബന്ധിച്ച് ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു. ഫഖാല ഇബ്നു മസ്ഊദ് യക്റഹു ഹാദാ കുല്ലഹ്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതെല്ലാത്തിനെയും വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ ഹദീസ് ചില ഇമാമിയങ്ങൾ, ചില മുഹദ്ദിസീങ്ങൾ സ്വഹീഹാക്കിയിട്ടുണ്ട്, ചില മുഹദ്ദിസീങ്ങൾ ദഈഫാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ്, ഒന്നാമത്തെ ഹദീസ് അബൂ ദാവൂദ് അതുപോലെ ഇമാം അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്.
ഇനി അത് സ്വഹീഹാണെങ്കിൽ ആ നുഷ്ര കൊണ്ട് അവിടെ ഉദ്ദേശം എന്താണ്? കുഫറായിട്ടുള്ള നുഷ്രയാണ്. കുഫറായിട്ടുള്ള ചികിത്സ, സിഹറിനെ സിഹർ കൊണ്ട് ചികിത്സിക്കുക. قال رحمه الله وفي البخاري عن قتادة ابن دعامة السدوسي، قتادة بن دعامة السدوسي عن قتادة قلت لابن المسيب قال رجل به طب أي رجل به مرض، ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. أو يؤخذ عن امرأته أي هو لا يستطيع عن اتيان زوجته، ആ വ്യക്തിക്ക് ബാധിച്ച രോഗം എന്താണ്? തന്റെ ഭാര്യയുമായി കൊണ്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് രോഗം. മസ്സിന്റെ മറം, ശൈത്താൻ എന്നുള്ള മസ്സാണ്. طيب അയുഹല്ലു അൻഹു യുനശ്ശർ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ആ വ്യക്തിക്ക് വേണ്ടി ചികിത്സ ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ സിഹറിനെ അയാളിൽ നിന്ന് വേർപെടുത്തട്ടെ. ഫഖാല ലാ ബഅസ ബിഹി ഇന്നമാ യുരീദൂന ബിഹിൽ ഇസ്ലാഹ്, അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തെറ്റില്ല, കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹാണ്. ഫഅമ്മാ മാ യൻഫഅ ഫലം യുൻഹ അൻഹു, അതായത് ഉപകാരപ്രദമായിട്ടുള്ള ചികിത്സയാണെങ്കിൽ അത് വിരോധിക്കപ്പെടുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ഇബ്നുൽ മുസയ്യബ്. ഇപ്പൊ ഇവിടെ ഉദ്ദേശിച്ച നുഷ്ര എന്ന് പറയുന്നത് എന്താണ്? നുഷ്ര ശർഈ ആയിട്ടുള്ളതാണ്, റുഖിയ ശർഈയ, അതാണ് ഇവിടെ ഹദീസിൽ ഉദ്ദേശം. മശ്റൂആയ ത്വരീഖിലൂടെ, ശർഈയായ അനുവദിക്കപ്പെട്ട വഴികളിലൂടെ ആ അസുഖത്തിന് ചികിത്സിക്കാം, അതാണ് ഈ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹാദ ഇൻദ ഇബ്നുൽ ജരീർ ബിസനദിൻ ഹസൻ. قال وروي عن الحسن هو ابن أبي الحسن البصري واسمه يسار ابن أبي الحسن البصري ذات بير يسار. قال وروي عن الحسن أنه قال لا يحل السحر إلا ساحر، لا يحل السحر إلا ساحر, ഒരു സാഹിർ അല്ലാതെ സിഹറിനെ വേർപെടുത്തുന്നതല്ല. അത് ഏത് തരത്തിലുള്ള ഹല്ലാണ്? ഹല്ലു സിഹർ ബിസിഹർ, സിഹർ കൊണ്ട് സിഹറിനെ ഇല്ലാതാക്കുക. قال لا يحل السحر إلا ساحر بمعنى لا يبعد السحر إلا ساحر، وهذا خاص بما إذا كان إبعاد السحر بالسحر، إبعاد الجن بالجن, സിഹറിനെ സിഹർ കൊണ്ടെടുക്കും. ഇപ്പൊ ജിന്നിനെ കൊണ്ട് അകറ്റുക. ഒരാൾക്ക് ജിന്ന് ബാധിച്ചാൽ ആ ജിന്നിനെ വേറൊരു ജിന്നിനെ കൊണ്ട് അകറ്റും. ഇതാണ് ഈ പറഞ്ഞ അസറിന്റെ ഉദ്ദേശം. വഹാദൽ അസർ ദഈഫ്, അസർ ദഈഫാണ്. ലാ യുഹല്ലു സിഹർ ഇല്ലാ സാഹിർ, ഒരു സാഹിർ അല്ലാതെ സിഹറിനെ വേർപെടുത്തുന്നതല്ല. ഇദാ കാന യുഹല്ലഹു ബിൽ ജിൻ, ഉദാഹരണത്തിന് യദ്ഹബ് റജുലുൻ ഇല സാഹിർ, ഒരു വ്യക്തി ഒരു സാഹിറിന്റെ അടുത്തേക്ക് പോവാണ്, എന്നിട്ട് പറയുന്നു ഇംറഅതി മാ തുഹിബ്ബുനി, എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ സാഹിർ പറയാണ് തയ്യിബ് യുർസിലു ഇലൈഹാ ജിൻ, അവളുടെ അടുത്തേക്ക് നമുക്കൊരു ജിന്നിനെ അയക്കാം. മിൻ അജ്ലി യുഹിബ്ബൂഹാ ഔ യുഹബ്ബിബൂഹാ ഇലാ സൗജിഹാ, അവളുടെ ഭാര്യയെ അവൾ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി ഒരു ജിന്നിനെ നമുക്ക് അവളുടെ അടുത്തേക്ക് അയക്കാം. വയുഹബ്ബിബ് സൗജഹാ ഇലൈഹാ, അങ്ങനെ അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. ഇതാണെന്ത്? ജിന്നിനെ കൊണ്ട് ഒരു സാഹിറല്ലാതെ സിഹറിനെ എടുക്കുന്നതല്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം.
ഫൽമർഅതു തദ്രി അന്നഹ മരീദ, അങ്ങനെ ആ സ്ത്രീ തന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടും. പക്ഷെ അതേസമയം അവൾ രോഗിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അവൾക്കറിയാം താൻ രോഗിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജിന്ന് ബാധ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള സ്നേഹങ്ങളൊക്കെ കാണിക്കും. അതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് കാണിക്കും. പക്ഷെ അത് കുറഞ്ഞൊരു കാലയളവ് മാത്രമാണ്. പിന്നെ അതെന്തായി തീരും? രോഗമായി തീരും. അപ്പൊ താൻ രോഗിയാണെന്നുള്ളത് ഈ സ്ത്രീക്ക് അറിയാം. വഅന്ന സൗജഹ അമലഹ സിഹർ, തന്റെ മേലെ തന്റെ ഭർത്താവ് സിഹർ ചെയ്തിട്ടുണ്ടെന്ന് അവൾക്കറിയാം. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു? തദ്ഹബ് ലിസാഹിറിൻ ആഖർ ഔ ലിസാഹിർ നഫ്സിഹി, എന്നിട്ട് അവള് വേറൊരു സാഹിറിന്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതേ സാഹിറിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയാണ്, അന സഹറനി സൗജി വഅന മരീദ, എന്റെ ഭർത്താവ് എനിക്ക് സിഹർ ചെയ്തു, ഞാൻ രോഗിയാണ് എന്നവള് പറയും. ഇൻസാൻ, ഒരാൾക്ക് ജിന്ന് ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവന് തഅബായി തീരും, അവന് ക്ഷീണമുണ്ടാകും, രോഗം ബാധിക്കും. അതെല്ലാം അതിൽപ്പെട്ടതാണ് ജിന്ന് ബാധിച്ചാൽ. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, മാദാ തുരീദീൻ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ പറയാണ് സാഹിറിനോട്, തുരീദു അൻ തഫുക്ക അന്നി സിഹർ, എന്റെയിൽ നിന്ന് ഈ സിഹറിനെ വേർപ്പെടുത്തണം, ഇല്ലാതാക്കണം, ഈ സിഹറിനെ പൊട്ടിച്ചു കളയണം എന്നവൾ പറയും. ഫയുർസിലു ലഹ ജിൻ ആഖിരീൻ, അങ്ങനെ വേറെ ചില ജിന്നുകളെ ഈ സാഹിർ അയക്കും, അവളിലേക്ക് അയക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവളെ ബാധിച്ച ആ ജിന്നിനെ അകറ്റാൻ വേണ്ടി വേറെ ജിന്നുകളെ ഈ സാഹിർ അയക്കും. ഫൈദാ ബിഹ യാനി മുസാറഅ ബൈനൽ ജിന്നിൽ അവ്വലീൻ വൽ ആഖിരീൻ, അപ്പൊ ആദ്യം അയച്ചിട്ടുള്ള ജിന്നുകളും രണ്ടാമത് അയക്കപ്പെട്ട ജിന്നുകളും തമ്മിൽ പരസ്പരം എന്ത് സംഭവിക്കും? മുസാറഅ, പരസ്പരം അടി നടക്കും. ഇതാണ് സിഹറിനെ സിഹർ കൊണ്ട്, അല്ലെങ്കിൽ ജിന്നിനെ ജിന്നുകളെ കൊണ്ട് അകറ്റുക. സിഹറിനെ സിഹർ കൊണ്ടെടുക്കുക, അല്ലെങ്കിൽ ജിന്നുകളെ മറ്റ് ജിന്നുകളെ കൊണ്ട് അകറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി സിഹർ ബാധിച്ച വ്യക്തികൾ സാഹിറന്മാരെ സമീപിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? കൂടുതൽ രോഗിയായി തീരാണ് ചെയ്യുക. ലഅന്ന സാഹിർ ലൈസ ഇൻദഹു റുഖ ഹത്താ യഫുക അൻഹു ബിൽഅദില്ല ശർഇയ്യ, കാരണം ശർഇയ്യായ രീതിയിൽ സിഹറിനെ ഇല്ലാതാക്കാൻ, സിഹറിനെ വേർപ്പെടുത്താൻ ഈ സാഹിറന്മാരുടെ കയ്യിൽ എന്തില്ല? ഒന്നും തന്നെ ഇല്ല. ശർഇ ആയിക്കൊണ്ടുള്ള ഒന്നും തന്നെ ഇല്ല. ശർഇ ആയിട്ടുള്ള മന്ത്രങ്ങളോ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. നേരെ മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ? ജിന്നുകൾ മാത്രമേ ഉള്ളൂ, ശൈത്താനുകൾ മാത്രമേ അവരുടെ അടുക്കലുള്ളൂ. വഹാദ ഇൻദഹു ജുനൂദും മിനൽ ജിൻ വഹാദ ഇൻദഹു ജുനൂദും മിനൽ ജിൻ, അങ്ങനെ ഒരു സാഹിറിന്റെ അടുക്കൽ ജിന്നുകളുടെ ഒരു സൈന്യം, മറ്റേ സാഹിറിന്റെ അടുക്കൽ ജിന്നുകളുടെ വേറെ സൈന്യം. അങ്ങനെ ഈ പറയുന്ന സാഹിറന്മാർ പരസ്പരം ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ മൊത്തം ശൈത്താനുകളായിരിക്കും, ശൈത്താനുകളാണ്. എന്താണ് അതിന് സബബ്? എന്താണ് കാരണം? സാഹിറന്മാരെ സമീപിക്കുന്നതാണ്. പ്രത്യേകിച്ച് അവാമുകൾ, സാധാരണക്കാരായിട്ട് ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിൽ തഖ്വ പാലിക്കുന്നതല്ല. അങ്ങനെ ജിന്നുകൾക്ക് അല്ലെങ്കിൽ ശൈത്താനുകൾക്ക് എന്ത് സംഭവിക്കും? ഫസാദുഹും റഹഖ, അള്ളാഹു തആല പറഞ്ഞതുപോലെ മാ യസീദുഹും ഇല്ലാ റഹഖ, ഫസാദുഹും റഹഖ. അപ്പൊ സിഹറിന് അവര് റുഖ അല്ലെങ്കിൽ ശർഈ ആയിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടല്ല എടുക്കുന്നത്, നേരെ മറിച്ച് ജിന്നുകളെ കൊണ്ടാണ് ആ സിഹറിന് അവര് ജിന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വ്യക്തികൾക്ക്, ആ സിഹർ വായിച്ച വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? തഅബും അതുപോലെ തന്നെ മറദും അധികരിക്കും, ക്ഷീണവും രോഗവും അധികരിക്കും. ഖാല റഹിമഹുല്ലാഹ് ഖാല ഇബ്നുൽ ഖയ്യിം അന്നുഷ്റതു, എന്താണ് നുഷ്റ എന്ന് പറഞ്ഞാൽ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ, സിഹർ ബാധിച്ചവരിൽ നിന്ന് ആ സിഹറിനെ ഹല്ല് ചെയ്യലാണ്, അതിനെ പൊട്ടിക്കലാണ്, വേർപ്പെടുത്തലാണ് നുഷ്റ. ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ വഹിയ നൗആൻ, അത് രണ്ട് ഇനങ്ങളാണ്. അഹദുഹുമാ ഹല്ലുൻ ബിസിഹ്രിൻ മിത്ലിഹ്, ആ സിഹർ ബാധിച്ചവൻ അതേപോലത്തെ ഒരു സിഹർ കൊണ്ട് അതിനെ വേർപ്പെടുത്തുക. സിഹർ ബാധിച്ചവരിൽ നിന്ന് ആ സിഹറിനെ വേർപ്പെടുത്തുന്നത് അതേപോലത്തെ ഒരു സിഹർ ചെയ്തുകൊണ്ടാണ്. വഹുവല്ലദീ മിൻ അമലി ശൈത്താൻ, അതാണ് ശൈത്താനിന്റെ അമലിൽപ്പെട്ടത്, ശൈത്താനിന്റെ പ്രവൃത്തിയിൽപ്പെട്ടത് ഏതാണ്? സിഹറിനെ സിഹർ കൊണ്ടെടുക്കലാണ്.
وعليه يحمل قول الحسن. ഇവിടെ അൽ ഹസൻ റഹിമഹുല്ല പറഞ്ഞ കൗലിനെ ഈ ഒരു അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. എങ്ങനെയാണ്? ലാ യുഹല്ലു സിഹർ ഇല്ലാ സാഹിർ. അതിനെ ഈ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. സിഹറിനെ സിഹർ കൊണ്ട് എടുക്കുന്നത്. فيتقرب الناشر والمنتشر الى الشيطان بما يحب. അങ്ങനെ ഈ നാഷിറും, അതായത് ചികിത്സിക്കുന്ന വ്യക്തിയും ആരുടെ മേലെയാണോ ചികിത്സ ചെയ്യപ്പെടുന്ന ആ വ്യക്തിയും എന്ത് ചെയ്യും? ഷൈത്താനിലേക്ക്, ഷൈത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കും. ഷൈത്താന് സുജൂദ് ചെയ്യൽ, ഷൈത്താനിന് വേണ്ടി ബലിയറുക്കും. അങ്ങനെ ഷൈത്താൻ ഇഷ്ടപ്പെടുന്ന കുഫറായിട്ടുള്ള കാര്യങ്ങൾ, തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ടുപേരും പ്രവർത്തിക്കും, ചികിത്സിക്കുന്നവനും ചികിത്സ തേടപ്പെടുന്നവനും. ഫയുബ്തിൽ അമലഹു അനിൽ മസ്ഹൂർ. അങ്ങനെ ആ മസ്ഹൂറിൽ നിന്ന് ശൈത്താനിന്റെ അമൽ എന്തായിത്തീരും? ബാത്തിലായിത്തീരും. ഇതാണ് ഒരു ഇനം. വസ്സാനി, രണ്ടാമത്തെ ഇനം എന്താണ്? അന്നുഷ്റ ബിർറുഖ്യ വത്തഅവുദാത് വല്ലദ്വിയ വദ്ദഅവാത് അൽമുബാഹ ഫഹാദ ജായിസ്. രണ്ടാമത്തെ ഇനം മന്ത്രങ്ങൾ, ശർഈയായിട്ടുള്ള മന്ത്രങ്ങൾ, അതേപോലെ തഅവുദാത്, സൂറത്തുൽ ഫലഖ്, അതുപോലെ സൂറത്തുൻ നാസ് തുടങ്ങിയിട്ടുള്ള സൂറത്തുകൾ. വൽ അദ്വിയ, അതായത് അനുവദിക്കപ്പെട്ട മരുന്നുകൾ, അതുപയോഗിച്ചുകൊണ്ട്. വദ്ദഅവാത് അൽ മുബാഹ, മുബാഹായ അനുവദനീയമായിട്ടുള്ള ദുആകൾ, അതുകൊണ്ട് ചികിത്സിക്കൽ ജായിസാണ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നുസ്ര ഉള്ളത്. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് സിഹർ എടുക്കുന്ന, തന്നെ ബാധിച്ച സിഹറിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ഒരു സാഹിറിനെ സമീപിച്ച്, അങ്ങനെ സാഹിറിനെ സമീപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഇപ്പൊ സാഹിറിനെ സമീപിച്ചുകൊണ്ട് ആ സിഹർ വേർപ്പെടുത്താൻ വേണ്ടി അവനോട് ആവശ്യപ്പെടുന്നു. അതെന്താണ്? ഇസ്തിആന ബിഹിം, അവരെ കൊണ്ട് സഹായം തേടലാണ്. അത് വെറുക്കപ്പെട്ടതാണ്. ഹത്താ ലൗ ഖാലൂ ലക അന്ന ഹാദ സാഹിർ യഅരിഫ് ഐന മൗഖിഉ സിഹർ. സിഹറിന്റെ സ്ഥാനം എവിടെയാണ്, എവിടെയാണ് സിഹർ ഉള്ളത്, ഏത് ഭാഗത്താണ്, എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്ന് ആ സാഹിറിന് അറിയാമെങ്കിൽ പോലും ആ സാഹിറിനെ സമീപിക്കാൻ പാടില്ല. എങ്ങനെയാണ് സിഹർ ചെയ്തിട്ടുള്ളത് എന്ന് അവനറിയാൻ, അതേപോലെ എവിടെയാണ് സിഹറിന്റെ സ്ഥാനം, സിഹർ എവിടെയാണ് കുഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് അവനറിയാം. എന്നാൽ പോലും അതറിയാൻ വേണ്ടി സാഹിറിനെ സമീപിക്കാൻ പാടില്ല. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ യുസബ്ബിബു ലക അന്നഹു ലാ തുഖ്ബൽ സ്വലാത്തുക 40 യൗമൻ. സമീപിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിന്റെ 40 ദിവസത്തെ സംസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഹത്താ ലൗ യഖുൽ ലക മിൻ ഖാരിജിൽ ബൈത്ത്. സാഹിർ വീട്ടിൽ നിന്ന് വിളിച്ചു പറയാണ്, നീ വീടിനെ പുറത്ത് നിന്നിട്ട്, പുറത്താണെങ്കിൽ പോലും അത് ഇതിന്റെ പരിധിയിൽ വരും. ഇനി ഫോണിലാണെങ്കിലോ അവിടെ ദഹാബ് സംഭവിക്കുന്നില്ല, സാഹിറിന്റെ അടുത്തേക്ക് പോകുന്നില്ല, പക്ഷേ ആ ഉദ്ദേശം നടക്കുന്നുണ്ട്. അതാണെങ്കിലും ഇതേ അവസ്ഥയാണ്. പിന്നെന്താണ് ഒരു മസ്ഹൂറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്? സിഹർ ബാധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഫഅലൈഹി ബിഖിറാഅത്തിൽ ഖുർആൻ വൽ അദ്കാർ വൽ അദ്ഇയ. ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ, അതുപോലെ തന്നെ അനുവദനീയമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. വഹാദ അല്ലദീ യഫഖു സിഹർ ബിഇദ്നില്ലാഹി അസ്സ വജൽ. അല്ലാഹു തആലയുടെ അനുവാദത്തോടും അനുമതിയോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സിഹർ വേർപെട്ടു പോകും. وأيضا ننصح من ابتلى بالجن أو المس حتى بأي شيء من هذه الأمراض أو غيرها أن يتقي الله ويستعين بالله عز وجل. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽപ്പെട്ട ആളുകൾ, ജിന്ന് ബാധിച്ച അല്ലെങ്കിൽ ശൈത്താന്റെ മസ് ബാധിച്ച അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള രോഗമാകട്ടെ, അത് ബാധിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലയെ സൂക്ഷിക്കുകയും അല്ലാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. ഫന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവദു ബിമുഅവദാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅവ്വദാത്തുകൾ കൊണ്ട് അല്ലാഹുവിനോട് അഭയം തേടിയിരുന്നു. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഫലമ്മ നസലത്, അങ്ങനെ ഈ സൂറത്തുകൾ ഇറങ്ങിയ സമയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അഖദ ബിഹിമാ വതറക മാ സിവാഹുമാ. ഈ രണ്ട് സൂറത്തുകളും അദ്ദേഹം
മുറുകെ പിടിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഈ രണ്ട് സൂറത്തുകളുടെ അതിന്റെ മഹത്വം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ബാധിച്ച സിഹറിൽ നിന്ന് അള്ളാഹുവിനോട് ഈ സൂറത്തുകളെ കൊണ്ട് അഭയം തേടിയത്. ഫനൻസഹുൽ മസ്ഹൂർ വൽ മംസൂസ് അൻ യഖറ അലാ നഫ്സിഹി, അപ്പോൾ സ്വന്തമായി കൊണ്ട് ഈ സൂറത്തുകൾ ആ വ്യക്തി പാരായണം ചെയ്യുക. സിഹർ ബാധിച്ചവൻ അല്ലെങ്കിൽ മസ് ബാധിച്ചവൻ സ്വന്തമായി കൊണ്ട് പാരായണം ചെയ്യുക. അതാണ് മറ്റുള്ളവർ പാരായണം ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഉപകാരപ്പെടുന്നത്. സ്വന്തമായി കൊണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യലാണ്. ഈ രണ്ട് സൂറത്തുകളുടെയും ഖിറാഅത്ത് വർദ്ധിപ്പിക്കുക. ഒരു ദിവസം 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ ഓതിയാൽ പോലും ഒരു കുഴപ്പമില്ല. ഓരോ ഹർഫിനും 10 ഹസനാത്തുകളാണ് കൂലി. ഇതാണ് റുഖിയ. അതേപോലെ തന്നെ അവന്റെ ഈമാൻ അതുകൊണ്ട് വർദ്ധിക്കും. വസിയാദത്ത് ഈമാൻ വസിയാദത്ത് അൽ ഉജൂർ, അവന്റെ പ്രതിഫലം വർദ്ധിക്കും, അവന്റെ ഈമാൻ വർദ്ധിക്കും. അതേപോലെ തന്നെ റുഖിയ എന്ന് പറയുന്നത് ശൈത്താൻ എന്നുള്ള രോഗത്തിന് മാത്രമുള്ളതല്ല, നേരെ മറിച്ച് ശാരീരികമായ മാനസികമായ മറ്റേത് രോഗം ബാധിച്ചാലും ഈ പറയുന്ന റുഖിയ ജായിസാണ്. അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, മ്യൂസിക് കേൾക്കുന്നതിൽ നിന്ന് മറ്റു തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്വാലിഹീങ്ങളുടെ മജ്ലിസുകളിൽ കൂടിയിരിക്കുകയും ചെയ്യാം. സ്വാലിഹീങ്ങളുടെ മജ്ലിസിനെ മുറുകെ പിടിക്കുക, ഇൽമിന്റെ മജ്ലിസിനെ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലുക. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അത് ശൈത്താനെ ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അപ്പോൾ സിഹറാകട്ടെ മറ്റെന്താകട്ടെ ഈ ശൈത്താനിന്റെ ഉപദ്രവം അവർക്ക് ഏൽക്കുന്നതല്ല, എങ്ങനെയല്ലാതെ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ. അപ്പം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഒരു സാഹിറിന് സിഹർ അവന്റെ മേലെ ചെയ്യാൻ സാധിക്കുള്ളൂ. സിഹർ ചെയ്താൽ പോലും ആ സിഹറിന്റെ ഉപദ്രവം ഒരാൾക്ക് ഏൽക്കുകയില്ല അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ. അപ്പം അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും ദ്രോഹം ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് രോഗം ബാധിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയാൽ തീർച്ചയായും അത് ബാധിക്കും. തീർച്ചയായും ആ രോഗം നിനക്ക് ബാധിക്കും. നേരെ മറിച്ച് അല്ലാഹു തആല അതിന് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ ഒരാൾക്കും നിന്റെ മേലെ രോഗം ബാധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഫല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഫഅലൽ ഇൻസാന അൻ യതവക്കല അലല്ലാഹ്, അല്ലാഹു തആലയുടെ മേലെ തവക്കുൽ ചെയ്യുക. വമൻ യതവക്കല അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഐ കാഫി. ആരാണ് അല്ലാഹുവിന്റെ മേലെ തവക്കുൽ ചെയ്തത്, അവന് അല്ലാഹു തന്നെ മതിയായവനാണ്. അതേപോലെ തന്നെ ഫലാ യയസ്, നിരാശപ്പെടാൻ പാടില്ല. ഫലാ യയസിൽ ഇൻസാൻ വലാ യദുന്നു ബില്ലാഹി ദന്ന സൗ, അല്ലാഹുവിനെ കുറിച്ച് മോശമായ ഒരു വിചാരം ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? യുഅ്മിനൂന ബിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഅ അലൈഹി സിഹർ, അദ്ദേഹത്തിന്റെ മേലെ സിഹർ ബാധിച്ചു എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഫലസ്ന അഫ്ളൽ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അഫ്ളലായിട്ടുള്ള ആളുകളല്ല നമ്മൾ ഒരിക്കലും. ആ റസൂലുള്ളാഹി സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ബാധിക്കാം, സിഹർ ബാധിക്കാം, ശൈത്താൻ ഉപദ്രവങ്ങൾ ഉണ്ടാകാം. ലാകിൻ നുഅ്മിനു ബില്ലാഹ് അന്നല്ലാഹ യുദാഫി അനിൽ ലദീന ആമനു, പക്ഷേ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിക്കണം. അതായത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പ്രതിരോധിക്കുന്നതാണ്. അന്നല്ലാഹ യുദാഫി അനിൽ ലദീന ആമനു വലൗ കാന അൽ-അംറു ബിയദിശ് ശൈത്താൻ, നേരെ മറിച്ച് ശൈത്താന്റെ അടുക്കലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം, കാര്യങ്ങളുള്ളതെങ്കിൽ, അതേപോലെ ശൈത്താനിന്റെ സൈന്യത്തിന്റെ അടുത്താണ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തുടർന്നു പോകുന്നതല്ല. എന്നാൽ അല്ലാഹു തആലയുടെ കൈകളിലാണ് അതിന്റെ നിയന്ത്രണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം ബാധിക്കണമെന്ന് അല്ലാഹു തആല അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അത് ബാധിക്കും. വമാ ഹും ബിദാരീന മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. വഖദ് നഖല ബഅദുഹും അന്ന ബഅദൽ ജിൻ യുസാബു ബിമസ്. ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ഇമാമിയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ചില ജിന്നുകൾക്ക് തന്നെ മസ് ബാധിച്ചു, ചില ജിന്നുകൾക്ക് തന്നെ
മസ് ബാധിച്ചു. അതായത് മുശ്രിക്കീങ്ങളായ തെമ്മാടികളായിട്ടുള്ള ജിന്ന്, ആ ജിന്നുകൾക്ക് തന്നെ മസ് ബാധിച്ചു. അതിനാണ് ജിന്നി മംസൂസ്, മസ് ബാധിച്ച ജിന്നെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് അവർക്ക് മസ് ബാധിച്ചത്? ഖാലു ലിഅന്നഹു ദഹബ യുഅ്ദി റജുല സ്വാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ പോയി. ഫൈദാ ബിഹി ഖറഅൽ മുഅവ്വദാത്ത് ഔ ഖറഅൽ അദ്കാർ, അപ്പോൾ ആ വ്യക്തി മുഅവ്വദാത്തുകൾ പാരായണം ചെയ്തു, അതായത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും, പിന്നെ അദ്കാറുകളൊക്കെ പാരായണം ചെയ്തു. ഫഅസാബഹു മിൻ മസ്, അങ്ങനെ ആ കാരണത്താൽ എന്ത് ചെയ്തു, ഈ ജിന്നുകൾക്ക് തന്നെ, ഉപദ്രവിക്കാൻ പോയ ജിന്നുകൾക്ക് തന്നെ ഈ മസ് ബാധിച്ചു. അങ്ങനെ ആ ജിന്നുകൾ രോഗികളായി. ബിസബബി ഖിറാഅത്തിൽ ഇൻസി ലിൽ അദ്കാർ ഔൽ ഖുർആൻ. ഇപ്പൊ മനുഷ്യനായിട്ടുള്ള വ്യക്തി ഈ പാരായണം ചെയ്ത ഈ സൂറത്തുകളെ കൊണ്ട് അല്ലെങ്കിൽ അദ്കാറുകളെ കൊണ്ട് ഈ ജിന്നുകൾ എന്തായി, രോഗികളായി തീർന്നു. ഹത്താ ഫഇന്ന ബഅദഹും കാന യഖൂൽ കുന്നാ നുർസിലു സിഹ്ർ അല റജുൽ സാലിഹ്. ചില സാഹിറന്മാർ പറയും, അവർ പറയുമായിരുന്നു, ഞങ്ങൾ സ്വാലിഹായ ഒരു മനുഷ്യനിലേക്ക് സിഹറിനെ അയക്കുമായിരുന്നു. ഫയഹ്തരികു ദാലിക സിഹർ, അങ്ങനെ ആ സിഹർ കത്തിപ്പോവും. വലാ യസാലു ഇൻദ സാഹിർ, ആ സാഹിറിന്റെ അടുക്കൽ തന്നെ ആ സിഹർ ബാക്കിയാവും. എന്തായിരുന്നു അതിന് കാരണം? അവർ പറഞ്ഞത് ഈമാൻ വഇഅ്തിമാദ് അല്ലദീ കതബു ലഹു സിഹ്ർ അലല്ലാഹി അസ്സ വജൽ. ആരുടെ പേരിലാണ് ഈ സിഹർ എഴുതി വെക്കപ്പെട്ടത്? ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ മേലെയുള്ള ഈമാനും അള്ളാഹുവിന്റെ മേലെയുള്ള തവക്കുലും അതുപോലെ തന്നെ ഇഅ്തിമാദും, ആ കാരണത്താൽ ആ സിഹർ നശിച്ചുപോയി. വഅലൽ മുഅ്മിൻ അന്നഹു ലാ യഖാഫു മിനൽ ജിൻ, അതുകൊണ്ട് തന്നെ ജിന്നുകളെ ഭയപ്പെടുക എന്നുള്ളത് ഒരു മുഅ്മിന് പാടുള്ളതല്ല. ലിഅന്നൽ ഖൗഫ് മിനൽ ജിൻ സബബുൻ ലിഅദിയത്തിൻ ലഹ്, കാരണം നീ ജിന്നുകളെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ആ ജിന്നുകളുടെ ഉപദ്രവം നിനക്കേൽക്കുന്നതിന് കാരണമായി തീരും. വതസല്ലതുഹിം അലൈക്, നിന്റെ മേലെ ജിന്നുകൾ ആധിപത്യം നേടും, നിന്നെ കീഴടക്കും. ഫലാ യഖാഫു മിനൽ ജിൻ വലാ യഖാഫു ഇല്ലാ മിനല്ലാഹ് സുബ്ഹാനഹു വതആല. അപ്പോൾ ജിന്നുകളെ തൊട്ട് നീ ഭയപ്പെടരുത്, നേരെ മറിച്ച് ഭയപ്പെടേണ്ടത് അല്ലാഹു തആലയെ മാത്രമാണ്. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല അൽ ഇമാം അൻ-നജ്ദി റഹിമഹുല്ലാഹ്